ഡേ മൈ ലൈഫാണ് നമുക്ക് കാണാൻ കേട്ടോ. അപ്പം കുറേ കാലമായാലും നമ്മൾ ഡേ മൈ ലൈഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾ വിചാരിച്ച ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് എടുക്കാമെന്ന്. ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ് ഉമ്മി ബ്രഷൊക്കെ ചെയ്തിട്ട് ഉമ്മി ചായ ഇട്ട് കുടിച്ചു. ഞാൻ ചായ കുടിക്കത്തില്ല, ഞാൻ രാവിലെ ബ്രഷ് ചെയ്തിട്ട് വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പം അതിനുശേഷം ഉമ്മിക്ക് തുണി കഴുകാനുണ്ടായിരുന്നു, തുണിയൊക്കെ കഴുകി. അതിനുശേഷം ഞാനും ഉമ്മിയും കൂടെ തക്കാളിക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഇതേപോലെ ചോപ്പറിലിട്ട് വലിച്ചു കൊടുത്തു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഉള്ളി ഇട്ടപ്പോൾ എനിക്ക് വലിക്കാൻ പറ്റില്ല ഗീസ്. അപ്പം ഞാൻ ഉമ്മിയുടെ കൈ കൊടുത്തു, അപ്പോഴേക്ക് ഞാനും കൂടെ വലിച്ചു കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പുഴുന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതിട്ടിട്ട് ഉള്ളിയിട്ട് വഴറ്റി. പിന്നെ ഞാൻ അതിൻ്റെ കണ്ണിലോട്ട് ഈ എരി അടിച്ചു. ഇതെന്ന് വെച്ചാൽ കണ്ണിൽ ഇങ്ങനെ നീർത്തില്ലേ സവാള അരിയുമ്പോൾ അത്. അപ്പം എന്നിട്ട് ഞാൻ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇതേണ്ട തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ പച്ചമണം വരും. അപ്പം അത് മാറിയതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് പഞ്ചാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം എന്നിട്ട് ഞാൻ കറി സെറ്റാകുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഒതുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ്. അപ്പം ഞാൻ ചടപ്പടേന്നെല്ലാം കഴുകി വെച്ചു. അതിന് ശേഷം ഞാൻ കഴിച്ചു കൂട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചമ്മന്തിയും പിന്നെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എക്സാം വരാൻ പോവാണ് ഞങ്ങൾക്ക്. അപ്പം ഞാനിരുന്ന് പഠിക്കുകയാണ്. ഉമ്മിച്ച് എനിക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരികയാണ്. EVS ആണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏതൊക്കെ ചാപ്റ്ററാണ് ഞാൻ ഇരുന്ന് നോക്കുകയാണ്. എന്നിട്ട് ഞാനിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. കുറേ നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. ഇതെല്ലാം വായിച്ചൊക്കെ നോക്കി. പിന്നെ നോട്ട്ബുക്കിൽ നോക്കി കേട്ടോ. ഭയങ്കര ചൂടാണ് ഗൈസ്. ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ചൂടെടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. അപ്പം ഞാനത് ഈ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡ്രിങ്കില്ലേ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് അതിനകത്തോട്ട് എല്ലാ ഐസും വാരിയിട്ടു. എന്നിട്ട് പിന്നെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ പാലൊഴിച്ചിട്ട് മിൽക്ക് മെയ്ഡൊക്കെ തീർന്നു. അതിൻ്റെ അകത്തുനിന്ന് തോണ്ടി എടുക്കാറുന്നിട്ട് അത് ഐസൊക്കെ ഇട്ടിട്ട് ഞാൻ പോയിരുന്നു സുഖമായിട്ട് ഇരുന്ന് കുടിച്ചു. അപ്പം അതിനപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ. അപ്പം ഞങ്ങൾ കുറേ നേരം സാൻഡൊക്കെ വെച്ച് കളിച്ചു. അപ്പം എന്നിട്ടാണെങ്കിൽ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാമി കിടന്ന് ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് തല തുണി ഇട്ടപ്പോൾ വലിയ താത്തായ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്. അപ്പം എന്നിട്ട് കണ്ണെഴുതി കൊടുത്തിട്ട് ശരിയാവുന്നേ ഇല്ല. അപ്പോഴാണെങ്കിൽ പിന്നെ ഉമ്മച്ചി എനിക്ക് ലെവലാക്കി നേരാക്കി തന്നു. അപ്പം എനിക്ക് എപ്പോഴും വാലിടാനാണ് ഗൈസ് പാട്. എനിക്ക് വാലിടുമ്പോൾ ഞാൻ അങ്ങ് കൊണ്ടുപോകും. അപ്പം വാലൊക്കെ ഇട്ട് തരുന്ന ഉമ്മയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേ ഫൈനൽ ലുക്ക് ഇതാണ്. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഞാൻ വെച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം മെമ്മറി ഫുൾ എന്ന് കാണിക്കും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. മാമയെ വിളിച്ചപ്പോൾ മാമ അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ശരിയായി. അപ്പോഴത്തേക്കും ഞങ്ങൾ കുഞ്ഞു റോസാപ്പൂ കളിക്കാൻ. ഇത് സാറ്റൊക്കെ പോലത്തെ ഒരു കളിയാണ്. അപ്പം കുഞ്ഞു റോസാപ്പൂ എഴുന്നേൽക്കി നിൽക്കൂ, കണ്ണുനീര് തുടക്കി കൈകൊട്ടിച്ചിരിക്കുക, അതൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നതാണ്. എന്നിട്ട് കണ്ണടച്ചിട്ട് ഇഷ്ടമുള്ളവരെ കണ്ടുപിടിന്ന് ലാസ്റ്റ് പറയുവേ. അപ്പോൾ അതിന് ശേഷം കണ്ണടച്ചിട്ട് എന്നിട്ടാണെങ്കിൽ സായും കണ്ണടച്ച് നിന്നോട്ട്. എന്നിട്ട് ഹബ്സ സയാനും നോക്കി ഒറ്റ അങ്ങ് കെടുത്ത് ഗൈസ്. അതിന് ശേഷം അവൾ എന്നെ തന്നെ കണ്ടുപിടിച്ചു. അതിന് ശേഷം ഞാൻ മാമിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് റൊട്ടിയും നല്ല നാടൻ കോഴിക്കറിയും ഉണ്ടായിരുന്നു. അത് കൂട്ടി കഴിച്ചു വിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കിത് ഈ സാധനം കണ്ടാൽ ഞാൻ എപ്പോഴും പരത്തുന്നതാണ്. പക്ഷെ എനിക്ക് എവിടെ പോയാലും ഈ സാധനം കണ്ടാൽ എനിക്കതിട്ട് നെക്കിയേ പറ്റത്തുള്ളൂ. എനിക്കില്ലെങ്കിൽ ഒരു സുഖം കിട്ടും. എന്നിട്ട് ഒറോട്ടിയും പിന്നെ അതെൻ്റെ നാടൻ കോഴിക്കറിയായിരുന്നു. എനിക്ക് ഈ ഒറോട്ടിയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഫോണും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പം ചേച്ചി ഇത് അവിടുത്തെ ഗാർഡനാണ് ഗൈസ്. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ കളറ് ഇങ്ങനത്തെ പൂവ് അങ്ങനെയെല്ലാം കുറേ പൂവുകളായിരുന്നു. അപ്പോൾ